ഒരു കൂട്ടം സിനിമാ മോഹികളുടെ അത്യുഗ്രൻ ഒരു സ്വപ്നമാണ് ആട്ടം എന്ന സിനിമ. കഴിഞ്ഞ കൊല്ലം IFFKയിൽ വെച്ച് അണിയറ പ്രവർത്തകർ പങ്കുവച്ച ഓർമ്മകളിലേക്ക്. കൊല്ലം മുമ്പ് നാടകമെന്ന സ്വപ്നത്തിന്മേൽ കൂട്ടം കൂടിയ 11 പേർ. ലോകധർമ്മി നാടക ഗ്രൂപ്പിന് വേണ്ടി നിരവധി വേദികളിൽ അഭിനയിച്ചു തകർത്തവർ. കൂട്ടത്തിലൊരാൾ അറിയപ്പെടുന്ന നടനായി. ചിലർ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ മുഖം കാണിച്ചു. ഒരാൾ സംവിധാനത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ ചിലർ അഭിനയമോഹം ഉള്ളിലൊതുക്കി ജീവിക്കാൻ വേറെ പണിക്ക് പോയി. കൊല്ലങ്ങൾക്കപ്പുറം ആഗ്രഹം കൊണ്ടവർ ഒരു സിനിമയൊരുക്കി. അതാണ് ആട്ടം. കോവിഡ് കാലത്ത് വിനയ് ഫോർട്ട് സംവിധായകൻ ആനന്ദ് ഏകർഷിയോട് പറഞ്ഞൊരാഗ്രഹത്തിൽ നിന്നാണ് ആട്ടം തുടങ്ങുന്നത്. 11 പേർക്കുമായൊരു സിനിമ. ഈ 11 പേരെ കാസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ കഥ ഉണ്ടായത്. ഇവർക്ക് വേണ്ടി ഉണ്ടായ കഥയാണ്. ഒരു വർഷത്തിനുള്ളിൽ സിനിമയായി. ഇഫിയിലും IFFKയിലും ഒക്കെ എത്രയോ വർഷം ഡെലിഗേറ്റ് ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾക്ക് നമ്മുടെ സിനിമ ഇവിടെ കാണിക്കുമോ എന്നൊരു അവസ്ഥ, അങ്ങനെ ഒരു കാലം വരുമോ. അത് സംഭവിച്ചു. ആഗ്രഹം യാഥാർത്ഥ്യമായി വിശ്വസിക്കാൻ പലർക്കുമായിട്ടില്ല. സ്വപ്നം പോലെയാണോ, സ്വപ്നം തന്നെയാണെന്നുള്ള സംശയിക്കുകയാണ്. ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ചുവട്ടുതൊഴിലാളിയാണ്, CITU ചുവട്ടുതൊഴിലാളിയായിരുന്നു ഞാൻ. ഈ സിനിമയുടെ അവസാന ഷൂട്ട് നടക്കുന്ന ദിവസം എൻ്റെ റിട്ടയർമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അജികുമാർ പെയിൻ്ററാണ്. ജോളി അദ്ദേഹം ടൈല് പണിക്കാരനാണ്. സിനിമാമോഹം ഉള്ളിലൊതുക്കി ജീവിക്കാൻ വേറെ വഴി നോക്കേണ്ടി വന്നവർക്ക് ഇത് കാലത്തോടുള്ള പകരം വീട്ടലാണ്. നാടകം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. നാടകം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അത് ഇല്ല. ജീവിക്കണമെങ്കിൽ ഞാൻ പെയിന്റിങ്ങിന് പോകാം. ഞാനൊരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. ഈ 11 പേർക്ക് പുറമെ കലാഭവൻ ഷാജോണും നായക വേഷത്തിലെത്തിയ സെറിൻ ഷിഹാബും മാത്രമേ പുറത്തു നിന്നുള്ളൂ. സസ്പെൻസ് ചേംബർ ഡ്രാമയാണ് ആട്ടം. സുരേഷ് എസ് നായർക്കും അഭിലാഷ് രാമചന്ദ്രനുമൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.